ബിഗ് താങ്ക്സ് ടു KCA. കാരണം ഒരു കേരള ക്രിക്കറ്റ് ലീഗ്, കാരണം നമ്മളത് കുറച്ച് ലേറ്റ് ആയി പോയെങ്കിലും നമുക്ക് വന്നത് കറക്റ്റ് ടൈമിൽ തന്നെയായിരുന്നു. കാരണം ഫോർ എക്സാമ്പിൾ എൻ്റെ കാര്യം നോക്കുവാണെങ്കിലും ഞാനും ഒരു 2021 ശേഷം ഞാനും IPL നിന്ന് ഔട്ടായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം ഈ ലീഗ് വഴി എനിക്കും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി IPL-ലോട്ട് തിരിച്ചു വരാനുള്ള കാര്യം. ഇപ്പം എൻ്റെ ആ ഒരു എക്സാമ്പിൾ അത് കഴിഞ്ഞിട്ട് നോക്കുവാണെങ്കിൽ കുറേ യങ്സ്റ്റേഴ്സിനും ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ഒരു സംഭവം. കാരണം വിഘ്നേഷ് പുത്തൂർ അവിടെ നിന്ന് കയറി വരുന്നു. അതുകൂടാതെ വേറെ കുറേ പ്ലേയേഴ്സ് ഉണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഈ അഭിഷേക് ജയ് നായർ, ഈഡൻ ആപ്പിൾ ടോം, അവരൊക്കെ ഇനിയും അടുത്ത ടീമിൽ വരാനിരിക്കുന്ന പ്ലേയേഴ്സാണ് ഓരോ ടീമിലും. ഇനി കമ്മിങ് ഇയറിലേക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു ഇയർ അല്ലെങ്കിൽ നെക്സ്റ്റ് 2-3 ഇയേഴ്സിനുള്ളിൽ തീർച്ചയായിട്ടും അവരും ഈ IPL സ്കൗട്ടിൽ അവർ കണ്ടെത്തി ഇവരെയും ആ ഒരു പ്ലേയേഴ്സിനെ അവർ മോൾഡ് ചെയ്യും. കാരണം ബേഡൻ ആപ്പിൾ ടോമിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എല്ലാവരും നല്ലൊരു അഭിപ്രായമാണ് ഈ ഫൈനലിൽ കണ്ടത് പറഞ്ഞത്. അത്രയും എവിടെയായിരുന്നു ഇത്ര നാൾ ഈ പയ്യൻ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. സൈസ് എല്ലാം ഭയങ്കരമായിട്ട് ആ സമയത്ത് ഒരു ഭയങ്കര പൊസിഷൻ കിട്ടിയതായിരുന്നു. അതെ, അപ്പം അത് ഇതാണ്. ഇപ്പം നമ്മുടെ KCL-ആണെങ്കിലും നമ്മുടെ എൻ്റെ ടീമിലാണ്. അതും എനിക്ക് അവനെയും ഗ്രൂം ചെയ്യാൻ പറ്റും, ലൈക്ക് ഒരു സീനിയർ ബോൾ എന്ന നിലയിൽ. ഇപ്പോൾ സഞ്ജുവിനെ ഓപ്ഷന്റെ സമയത്ത് സഞ്ജുവിനെ ട്രൈ ചെയ്തിരുന്നോ? എങ്ങനെയായിരുന്നു? അല്ല, സഞ്ജുവിനല്ല, നമുക്കറിയാം എല്ലാവരും. കാരണം 2 ടീം സഞ്ജുവിന് വേണ്ടി പോകുന്ന എല്ലാവർക്കും അറിയാം. മേ ബി 3 ടീംസ്. അപ്പോൾ എന്തായാലും അവർക്ക് കൊച്ചി അല്ലെങ്കിൽ കുറച്ചധികം പ്ലേയേഴ്സിനെ നിലനിർത്തിയതുകൊണ്ട് അപ്പോൾ നമുക്ക്, കാരണം സഞ്ജു നമുക്കൊരു ഐക്കൺ പ്ലെയർ പോലെ കിട്ടുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ടീം അവർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അഹങ്കാരല്ലേ, സച്ചിനും സഞ്ജു ഒക്കെ ഒരു ടീം കളിക്കാന്ന് പറയുന്നത്. അല്ല, ഇപ്പൊ അതില് വിഷ്ണു ഉണ്ടല്ലോ, നെക്സ്റ്റ് ഇയർ. ഇപ്പം നമ്മുടെ വിഷ്ണു നമ്മുടെ ടീമിൽ വന്നു, ഒരു ടീമിൽ. അപ്പം നമുക്ക് നല്ലൊരു ടീമിനെ നമ്മൾ ഈ വർഷം നമ്മൾ എടുത്തിട്ടുണ്ട്. സഞ്ജു ആണെങ്കിൽ ഈ ഒരു വർഷം വരുമ്പോഴത്തേക്കും കേരള ക്രിക്കറ്റ് ലീഗ് കഴിഞ്ഞ പോലെ എന്തോരം ഹിറ്റായോ അതിനേക്കാളും ഈ വർഷം ഒരു ഡബിൾ ആവും. കാരണം സഞ്ജുവും കളിക്കുന്നു, ഇന്ത്യ ഫുൾ അത് കാണുന്നു. അപ്പൊ അങ്ങനെ കാണുമ്പോൾ കുറെ പ്ലേയേഴ്സിലായാലും അല്ലാതെ ഫാൻസ് നേരിട്ട് ഗ്രൗണ്ടിൽ വരുന്നതായാലും കഴിഞ്ഞ തവണ നല്ല ഫാൻസ് ഉണ്ടായിരുന്നു. ഇത്തവണയും അതിന്റെ ഒരു കുറച്ചും കൂടി ഒരു ഉഷാറാവും തോന്നുന്നു. തീർച്ചയായും.